പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കകൾക്കിടയിലാണ് തുർക്കിയുടെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടുകൊണ്ട് വീണ്ടും ചർച്ചയ്ക്ക് ഇരു രാഷ്ട്രങ്ങളും തയ്യാറായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം? അഫ്ഗാനിസ്ഥാനിലെ കാബൂളിനടുത്തുള്ള ബഗ്രാം എന്നറിയപ്പെടുന്ന വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള എയർബേസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടപ്പോഴാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കളമൊരുങ്ങുന്നത്. യഥാർത്ഥത്തിൽ കാബൂളിൽ ഇവിടെയാണ് ബഗ്രാം എന്നറിയപ്പെടുന്നത്. ഈ ബഗ്രാമിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഏകദേശം 80 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇസ്ലാമാബാദിലേക്ക് ഒരു 250-300 കിലോമീറ്റർ മാത്രമേ ദൂരമുണ്ടാവുകയുള്ളൂ. കാരണങ്ങൾ പലതായി വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു എയർബേസ് ഇവിടെ ലഭിക്കുന്നതോടുകൂടെ അമേരിക്കയുടെ കൈകളിൽ വരുന്നതോടുകൂടെ പാകിസ്ഥാന് വലിയ പ്രതിസന്ധി ഉണ്ടാകും. എന്നാൽ ഈ ഒരു എയർബേസ് അമേരിക്കക്ക് ലഭിക്കുന്നതോടുകൂടെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയുണ്ട്. കാരണം ഈ ബഗ്രാം എന്നറിയപ്പെടുന്ന എയർബേസ് തിരിച്ചു നൽകണം എന്ന് ട്രംപ് ആവശ്യപ്പെടുന്നത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ആണവായുധമടക്കമുള്ള ഒരു സ്ട്രാറ്റജിക്കൽ സഹകരണത്തിന്റെ ഒരു കരാറിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ്. അഥവാ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്ലാമാബാദിന്റെ പാകിസ്ഥാന്റെ ആണവായുധം വലിയ രൂപത്തിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമായി മാറുന്നു എന്നത് ഇസ്രയേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബഗ്രാം എയർബേസ് അമേരിക്കയുടെ കൈകളിലെത്തുമ്പോൾ പാകിസ്ഥാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ തച്ചുടക്കാനുള്ള നീക്കം അതിന് പിന്നിലുണ്ടോ എന്ന് പാകിസ്ഥാൻ സ്വാഭാവികമായും സംശയിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ബഗ്രാം എന്നറിയപ്പെടുന്ന എയർബേസ് അമേരിക്കക്ക് അഫ്ഗാനിസ്ഥാൻ നൽകുമോ? അവർ ശക്തമായി ട്രംപിന്റെ ഈ പ്രസ്താവനകൾക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഒരു പ്രത്യക്ഷത്തിലുള്ള നീക്കമായി, അതായത് പാകിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി മാത്രമാണ് അതിനെ പാകിസ്ഥാൻ കണക്കാക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ 2025 വന്ന ഏപ്രിൽ 18 വന്ന ഒരു ന്യൂസ് ആണിത്. US വെപ്പൺസ് ലെഫ്റ്റ് ഇൻ അഫ്ഗാനിസ്ഥാൻ സോൾഡ് ടു മിലിറ്റന്റ് ഗ്രൂപ്പ്സ്, സോഴ്സ് ടെൽ BBC. യുഎസിന്റെ ആയുധങ്ങൾ ഏകദേശം 12 ബില്യണോളം വരുന്ന സംഖ്യയുടെ വലിയ ഒരു ആയുധ ശേഖരം അമേരിക്ക അഫ്ഗാനിൽ ഇട്ടേച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്ക അത്രയും അശ്രദ്ധയോടുകൂടെ പോയതാണോ? അതല്ല, ഇതിന്റെ പിന്നിൽ വല്ല തന്ത്രങ്ങളുമുണ്ടോ? താലിബാനോട് യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയ അമേരിക്ക വീണ്ടും താലിബാന് അത് തിരിച്ചു നൽകുക എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സംഘത്തെ ഏൽപ്പിച്ചു പോകാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു പുതിയ ഗവൺമെന്റ് സ്ഥാപിക്കാമായിരുന്നു. എന്നാൽ താലിബാന് തന്നെ ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഖത്തറിൽ വെച്ച് അതിശക്തമായ ചർച്ച അമേരിക്കയും താലിബാനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. വലിയ കരാറുകളിൽ അവിടെ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ താലിബാന് തിരിച്ചു നൽകുകയും അവിടെ ആയുധങ്ങൾ വെച്ച് പോവുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാൻ സ്വാഭാവികമായും ഈ താലിബാൻ അമേരിക്കയുടെ ഒരു ബി ടീമായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാന് അമേരിക്ക നൽകിയ ആയുധങ്ങളിൽ ഏകദേശം 500,000 വെപ്പൺസ് obtained by the Taliban in Afghanistan have been lost. ഏകദേശം $500,000 അമേരിക്കൻ വെപ്പൺസ് അഫ്ഗാനിസ്ഥാനിൽ താലിബാനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് ലഭിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് ഇങ്ങനെ ആയുധ ശേഖരമൊന്നും അങ്ങനെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടല്ല. ഇതിന്റെ പിന്നിൽ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകി അത് പാകിസ്ഥാനിലേക്ക് സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്ന് ഒരുപക്ഷെ പാകിസ്ഥാൻ മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കണം അങ്ങനെ ഒരു നടപടി പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ പാകിസ്ഥാന്റെ ശത്രുക്കൾ അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ച് പാകിസ്ഥാനെ കീഴടക്കുമോ അല്ലെങ്കിൽ ആക്രമിക്കുമോ, അതിന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമോ എന്ന ഭയം പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് താലിബാനെ പൂർണ്ണമായും തുരത്തി ഓടിക്കും, മാത്രമല്ല അവരെ മാളത്തിൽ, അതിന്റെ നേതൃത്വം മാളത്തിൽ ഒടിക്കുന്നത് വരെ അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താനുള്ള ശേഷി ഇപ്പോൾ പാകിസ്ഥാന് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിന്റെയും ഒക്കെ ചില ഇടപെടലുകൾ പാകിസ്ഥാനും അതുപോലെ തന്നെ തുർക്കിയും തമ്മിൽ ശക്തമായ സൈനിക സഹകരണങ്ങൾ ഉണ്ട്. അത് സ്വാഭാവികമായും ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്ലാമാബാദിന്റെ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഇവർക്കെല്ലാം ഭീഷണിയാണ് എന്ന്, അല്ലെങ്കിൽ അവരുടെ മിഡിൽ ഈസ്റ്റിലുള്ള സ്ട്രാറ്റജിക്ക് അത് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കണം അഫ്ഗാനിസ്ഥാനിലെ താലിബാനെതിരെ ഈ അതിശക്തമായ നീക്കം പാകിസ്ഥാൻ നടത്താനുള്ള കാരണം.